ഹായ് എവരിവൺ. ഇന്ന് ഞാനൊരു ചട്നി പൗഡറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചട്നി പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശയുടെ കൂടെയും ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റിയ ഒരു ചട്നി പൗഡറാണ്. അത് നമുക്ക് പൊടിച്ചു വെച്ചാൽ കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. എത്ര ദിവസം വേണമെങ്കിലും അത് ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ചട്നി പൗഡറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പം എളുപ്പം പെട്ടെന്ന് ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ചട്നിയോ സാമ്പാറോ നമുക്ക് അരച്ചെടുക്കാൻ ഈ പൗഡർ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ ഗീക്കകത്തോ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് കണ്ട കട്ടക്കായല്ലേ, ഞാൻ അറിയാം കായപ്പൊടി വേണമെങ്കിലും ഇടാം കേട്ടോ. കട്ടക്കായ ഇട്ടാൽ ഇനി നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഒരു 2-3 പീസ് ഇങ്ങനത്തെ ഇത്രയും പീസ് കായ ഇടുന്ന നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കളർ മാറി വരും. നമുക്ക് കണ്ടോ, ആ ഒരു ബ്രൗണിഷ് കളറിൽ നിന്ന് ഒരു വൈറ്റ് കളർ വരും. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പോകുന്ന കാണാം. എന്നിട്ട് ഇതിരുന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ചില്ലി ഇടണം. ഡ്രൈ ചില്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവ് എത്ര വേണോ അതനുസരിച്ച് ഇടാം. ഈ ചില്ലിക്ക് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ഒരു 7 to 8 പീസസ് ഇടുന്നത്. അപ്പോൾ 10-12 എത്ര വേണമെങ്കിലും ഇടാം. നമുക്ക് ഇത്ര ഒരു 7 to 8 പീസ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചെറിയ എരിവ് കാണും. ഒത്തിരി എരിവ് വേണ്ടവർക്ക് ഇനി ഇടാം കേട്ടോ, ഒരു 10 പീസൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് പൊടിച്ചെടുക്കാനുള്ള അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതാണ്, ഉഴുന്ന് പരിപ്പാണേ. ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഗ്ലാസ്സിനുള്ള മെഷർമെൻറ്റാണ് പറഞ്ഞത്. ഇത് ഞാൻ നമ്മൾ വീട്ടിലൊക്കെ ചായയൊക്കെ എടുക്കാൻ മെഷർമെൻറ്റിൻ്റെ ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അളവാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഉഴുന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഇത് സിമ്മിലിട്ട് പതുക്കെ ഇളക്കി അതിൻ്റെ ഒരു കളർ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നതിനും വരെ ഇതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ, അതായത് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. ചെറിയൊരു ഗോൾഡൻ കളർ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുത്തില്ലേ, അപ്പോൾ ഇതിൻ്റെ അര ഗ്ലാസ് നമ്മൾ എടുക്കേണ്ടത് ഈ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് സാമ്പാറിൻ്റെ പരിപ്പില്ലേ, നമ്മൾ ഉഴുന്നല്ല സാമ്പാറിന് ഇടുന്ന തുവരപ്പരിപ്പ് എന്ന് പറയുന്ന ആ പരിപ്പും കൂടെ ഇതാണ്. അതിനൊരു 1/4 ഗ്ലാസ് തുവരപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, ശരിക്കും അത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ എടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 ഗ്ലാസ് ഒരു 1/4 ഗ്ലാസ് ശകലം അരിയും കൂടെ ചേർക്കണം. അരി എന്ന് പറഞ്ഞാൽ നമുക്ക് പുഴുക്കലരിയോ പറയുന്ന പച്ചരിയോ എന്ത് വേണ്ട, ഏത് ടൈപ്പ് അരി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങളിവിടെ കുക്ക് ചെയ്യാൻ പച്ചരി എടുക്കുന്നില്ല, ആ പച്ചരിയാണ്. ഇതിൻ്റെ ഒന്ന് കളർ മാറുന്നിടം വരെ ഇതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പിടി കറിവേപ്പില, അതായത് കറി ലീവ്സ്, നമ്മുടെ സൈഡിൽ കരിയാപ്പല എന്ന് പറയുവേ. അപ്പോൾ ഒരു പിടി, അതിന് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. കരിയാപ്പലയും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ ചേർക്കണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കണേ. ഇതെല്ലാം ഒന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ മിക്സിയുടെ വലിയ ജാറില്ലേ, ആ പൊടിക്കുന്ന ജാറ്, ചെറിയ ജാറല്ല വലിയ ജാറ്, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാവേ. എന്നിട്ട് ഇത് പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിക്കണേ.
അത് കഴിഞ്ഞിട്ട് ഇത് പൊടിച്ചതണ്ട ചെറിയൊരു തരി കാണും, ഒത്തിരി അങ്ങ് പൗഡർ ആക്കണ്ട, ചെറിയൊരു തരി ഉള്ളതാണ് നമുക്കത് കടിക്കാൻ നല്ലത്. എന്നിട്ട് നമുക്കൊരു നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. പക്ഷെ അത് ഇട്ട് വെക്കുമ്പം ഇത് അപ്പം തന്നെ അടച്ചു വെക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ആറിയതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. എന്താ ഇത്രയും ചട്നി പൗഡറാണ് ഞാൻ പൊടിച്ചപ്പോൾ, അത്രയും സാധനം പൊടിച്ചപ്പോൾ കിട്ടിയത്. ഇത് കണ്ട, ഇത്രയും ചട്നി പൗഡർ. നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സ്പൂൺ ഇടുമ്പോൾ ഒന്നും അധികം വെള്ളമൊന്നും പറ്റാത്ത വിധത്തിൽ സ്പൂണ് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് കുറേ നാളത്തേക്ക് ഇതിരിക്കും കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാ മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ചട്നി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ ചട്നി പൗഡർ ഇങ്ങനെ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഗീക്കകത്താണ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്കകത്തോ ഒക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇട്ടിട്ട് നെയ്യും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നല്ല ചട്നി റെഡി. ദോശയ്ക്കും ഇഡലിക്കും, ഈ ദോശയൊക്കെ ചുടുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനും നല്ലതാട്ടോ. ഇങ്ങനെ ഇരിക്കും.